2001 ജനുവരി 6-ന് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക് മാപ്പ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അധികാരത്തിലെത്തുന്ന ആദ്യ ദിവസം തന്നെ നടപടി സ്വീകരിക്കും. 1500-ലേറെ പ്രതിഷേധക്കാരാണ് ക്യാപിറ്റോൾ ഹിൽസ് ആക്രമണ കേസിലുള്ളത്. 2020-ൽ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധം അരങ്ങേറിയത്. 1500-ലേറെ പേർക്കെതിരെയാണ് ക്യാപിറ്റോൾ ഹിൽസ് ആക്രമണ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ട്രംപിന്റെ 2020-ലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അധികാര കൈമാറ്റം നടക്കുന്നതിന് മുന്നോടിയായിരുന്നു ആക്രമണം. 2021 ജനുവരി 6-ലാണ് ആക്രമണം നടന്നത്. വോട്ടെടുപ്പിൽ അപാകതകളുണ്ടെന്നാരോപിച്ച് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ഹിൽസിലേക്ക് ഇരച്ചു കയറി. വിവിധ കോടതികളിലെ കേസുകളിൽ പ്രതികളായ 645 പേർക്ക് ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1251 പേർ കോടതിയിൽ കുറ്റമേൽക്കുകയും ചെയ്തു. ആക്രമണങ്ങളിൽ 140 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും പ്രക്ഷോഭകാരികളും അല്ലാത്തവരുമായവരുടെ മരണങ്ങൾ വരെ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തിൽ ട്രംപിനെതിരെ നടപടി സ്വീകരിക്കാനാകില്ലെന്ന പ്രോസിക്യൂഷൻ നിലപാട് ഈയടുത്ത ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ജനുവരി 6, 2021-ലെ കേസുകളിൽ പ്രതികളായ എല്ലാവർക്കും മാപ്പ് നൽകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അധികാരത്തിലെത്തുന്ന അതേ ദിവസം തന്നെ നടപടിയുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മകൻ ഹണ്ടർ ബൈഡനെ മാപ്പ് നൽകിയിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിലാണ് മാപ്പ് നൽകിയത്. എന്നാൽ ക്യാപിറ്റോൾ ആക്രമണ കേസിലെ പ്രതികൾക്ക് മാപ്പ് നൽകുന്നത് തീർത്തും വ്യത്യസ്തമാണ്. രാഷ്ട്രീയ സമരമായി വിഷയത്തെ വിലയിരുത്തിയാണ് മാപ്പ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.